ഒരു ഞായറാഴ്ച ദിവസം നട്ടവിലത് നട്ടപ്രാന്തമായിട്ട് ചൂണ്ടയും കൊണ്ട് കരിമീൻ കണ്ടെന്നും പറഞ്ഞ് അബിയും ഞാനും കൂടെ ഇറങ്ങിയപ്പോൾ അച്ഛനും എന്നാ പിന്നെ വരാമെന്നും പറഞ്ഞു കൂടെ പോകുന്നു. നമ്മളത് അവിടെ കായപ്പുറത്തോട്ടാണ് പോയത്. ഞങ്ങളിവിടെ ചെന്നപ്പോൾ തന്നെ അബിയുടെ കൂടെ ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവധി ദിവസങ്ങളിൽ ചൂണ്ടിടാൻ പോക്കി ഇവന്മാർക്ക് എല്ലാവർക്കും സ്ഥിരം ഒരു പരിപാടിയാണ്. കരിമീനും കൊണ്ട് തിരിച്ചു വരുന്ന മുദ്രകളൊക്കെ വിളിച്ചാണ് മൂന്നും കൂടെ ഇറങ്ങിയെങ്കിലും കാര്യമൊന്നും നടന്നില്ല അവിടെ ചെന്നിട്ട്. അപ്പൊ നോക്കിയപ്പോൾ ദാ ഒരു ഹൗസ് ബോട്ട് പോകുന്നു. പിന്നെ അതിന്റെ തപ്പുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്വന്തം പാതിരാവണൻ. പാതിരാവണന്റെ വീഡിയോ പിന്നെ ഞാൻ ഓൾറെഡി ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ പ്രകൃതി രമണി ഇങ്ങനെ ഏറി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ആ പച്ചപ്പും ഹരിതാപും വീഡിയോ പകർത്തുമായിരുന്നു. ഇവരിപ്പം മീൻ പിടിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു രക്ഷയില്ലാഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പാതിരാവണന്റെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. അവരത് അന്നദാനത്തിലേക്ക് കടന്നു. അന്നദാനം നടത്തി നമ്മൾ മുടിയുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായവർ അന്നദാനം തൽക്കാലത്തേക്ക് നിർത്തി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെക്കാൾ മുന്നേ വന്നവർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് രണ്ട് ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് കരിമീൻ കുഞ്ഞുങ്ങളും കുറച്ച് പള്ളത്തിയും പരലും ഒക്കെ അവന്മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ അവന് ഒരെണ്ണം പൊക്കിയെടുത്തു. കൊത്തുന്നു തോന്നുന്നു സന്ദീപ് എന്താ ഒരെണ്ണത്തിന് പൊക്കിയെടുത്തു. കരിമീൻ കുഞ്ഞെന്ന് അവൻ പറഞ്ഞെങ്കിലും അതും പാണം പള്ളത്തിയായിരുന്നു. വീണ്ടും കരിമീൻ കുഞ്ഞ്. ശരിക്കും അതൊരു കരിമീൻ കുഞ്ഞ് തന്നെയായിരുന്നു. ഞാൻ പിന്നെ പയ്യനെ ചുമ്മാ അതങ്ങ് കളിയാക്കി വിട്ടതാ. ഞങ്ങൾ മൂന്നും കൂടെ അടുത്ത് സ്പോട്ട് പിടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. അവന്മാർ അവിടെ തന്നെ നിന്നു. അപ്പോൾ അച്ഛൻ അങ്ങ് ഫ്രണ്ടേ പോയി വഴി കാണിച്ചു. ഞങ്ങൾ ചുറ്റുമുള്ള പച്ചപ്പും ഹരിതാപും ഒക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് ശരിക്കും ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ പോയി എത്തിയപ്പോഴത്തേക്കും കുറേ കൊന്ന അങ്ങ് പൂത്ത് നിൽക്കുന്നു. എൻ്റെ വീട്ടിൽ മാത്രം വിഷു സമയത്ത് എന്ത് വന്നാലും ഈ സാധനം പൂക്കത്തില്ല. വഴുതികളെ അത് കണ്ട് കണ്ണും മഞ്ഞളിച്ച് ഞങ്ങളിതാ അടുത്തടുത്തെത്തി. അവിടെ എത്തിയപ്പോഴെന്തോ മൊത്തം ചേറും അഴുക്കുമായിട്ട് കിടക്കുന്നു. പിന്നെ സൺഡേ ഫണ്ടേ ആഘോഷവും. കരിമീനും കൊണ്ട് വീട്ടിൽ പോകുന്ന പ്രതിജ്ഞ കൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലം പിടിച്ചു. രണ്ട് സ്ഥലത്ത് മനസ്സെടുത്തുകൊണ്ട് അവിടെ ചെന്നുടനെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. മീനെ കണ്ടിട്ട് ജീവനുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാൻ അപ്പം ചൂണ്ടിട്ട് പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ മീൻ. എന്തോ ഉടായ്പ പിടിച്ച മീൻ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോ എന്തോ അത് ചത്ത പോലെ കിടക്കുമായിരുന്നു. കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് പോയാലും ഞങ്ങൾക്ക് ഇതാ ഫലം ഉണ്ടായി. കണ്ടില്ലേ? ഇനിയും കരിമീനും കൊണ്ട് വീട്ടിൽ പോകത്തുള്ളൂ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പട്ടിണിയാവുന്ന ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് വീട് പിടിക്കാൻ നോക്കി. ഈ കാണുന്നതാണ് ചീരപ്പൻ ചിര. പണ്ട് അയ്യപ്പൻ കളർ പിടിക്കാൻ വന്നത് നമ്മുടെ ഈ മുഹമ്മയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ച് വീട് പിടിക്കാൻ പോയി. ഞങ്ങളിതാ പാണം വെള്ളത്തിൽ പിടിച്ചോണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയുടെ റിയാക്ഷൻ നോക്കാം. പെട്ടുവാണ് ഇതും കൂടെ വെട്ടിക്കും. ഇതിന്റെ കൂടെ ഇട്ടതും കൂടെ വറുക്കാം. എത്ര ഉണ്ട്? അയ്യേ ഇത് രണ്ടെണ്ണവാ. നല്ല നാണം കേട്ട പോക്കായി പോയി. നേരം വെളുത്തോട്ട് ഇറങ്ങി പോയിട്ട്. അയ്യേ ഇത് നിനക്ക് കാണാനില്ല, കളഞ്ഞാക്കാൻ വയ്യായിരുന്ന ഇത്. ഇതാണ് ടൈഗർ പള്ളത്. നോക്ക് എന്റെ ഭർത്താവ് ചൂണ്ടായിട്ട് പിടിച്ചത്. രാവിലെ ഇറങ്ങിയതാ രണ്ടും കൂടെ. അച്ഛൻ എക്സ്പേർട്ട് അല്ലേ, ഞങ്ങള് ശിശുക്കൾ. ഇത് രണ്ടും ഞാനും അഭിയും പിടിച്ചതാ. നിങ്ങളുടെ ഭർത്താവ് ഇന്നൊന്നും പിടിച്ചില്ല. നമ്മുടെ വഴിക്കുന്നത് കേട്ടപ്പോൾ വളരെ തൃപ്തിയായി. കഴിഞ്ഞ ദിവസം അച്ഛൻ ബോട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാണ് ആ കാണുന്ന മീനല്ല. കരിമീൻ പോലത്തെ മീൻ. കരിമീനല്ല, കരിമീൻ പള്ളത്തി വറുത്തതും കൂട്ടി ചോറ്. അത്രേ ഉള്ളൂ. ടാറ്റാ.